ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേപോലത്തെ തൈരൊക്കെ മേടിക്കുന്നത് അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ മേടിക്കുന്ന ഇങ്ങനത്തെ ഈ പാത്രങ്ങൾ നമ്മൾ കളയരുത്. അത് നമുക്ക് വളരെ ഉപകാരപ്പെടും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, അത് ഇതിൻ്റെ അടിയിൽ നമുക്ക് തുളയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു ചെടിയുടെ മൂട്ടിൽ വെക്കാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതെൻ്റെ ഒരു മുളക് തൈയുടെ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഇതിനെ കുഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ചെടിയുടെ ഇവിടെ കടക്കയായിട്ടല്ല, ഇച്ചിരി കൂടെ നീങ്ങിയിട്ട് നമുക്കൊരു ചെറിയൊരു കുഴി എടുത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമ്മുടെ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ വളമൊക്കെ ഞങ്ങളിങ്ങനെ സ്പ്രെഡ് ആവാതെയും ഈച്ച വറക്കാതെയും എല്ലാം ഇങ്ങനെ നല്ല ഇതായിട്ട് ഈച്ച വറക്കാതിരിക്കുകയും ചെയ്യും. മണമൊന്നും ഉണ്ടാവത്തില്ല. താനും അവർക്ക് അത്യാവശ്യം അവരുടെ വളങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ കയ്യിലുള്ള ഇതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇറക്കി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ തുളകളൊക്കെ നല്ല ഇതല്ലേ. ഇനി നമുക്കിതിനകത്ത് ചെയ്യുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നമ്മുടെ ഉള്ളി എന്ത് വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. അതിനകത്തേക്ക് അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് എന്താ മുട്ടത്തൊണ്ടും എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് നമ്മൾ നിറച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഈ അടപ്പ് കണ്ടോ, ഈ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഈ മണ്ണിട്ട് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടിരുന്ന ഞാനിടുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനകത്ത് റീഫില്ലും ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ.